ശ്രീ റെജി ലൂക്കോസ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ചിത്രം വരുമ്പോൾ നിങ്ങൾക്ക് എതിരില്ലാതെ ജയിക്കാൻ കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങൾ, മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ തന്നെ നിങ്ങൾ ആളുകളെ വിരട്ടി പിന്മാറ്റുന്നു എന്ന ആക്ഷേപമുണ്ട്. അട്ടപ്പാടിയിൽ പിന്മാറിയില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് മുൻ പാർട്ടി നേതാവിനോട് അവിടുത്തെ ലോക്കൽ സെക്രട്ടറി പറയുന്നതിൻ്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. മലപ്പട്ടത്ത് സ്വന്തം ഒപ്പിട്ട് കൊടുത്തതിൻ്റെ സാക്ഷ്യം പറയാൻ സ്വന്തമായി വന്നിട്ടുമില്ല, ഇത് വ്യാജ ഒപ്പാണ് എന്ന് പറഞ്ഞ് വിരട്ടി ഓടിച്ചു എന്നാണ് UDF-ൻ്റെ ഒരു സ്ഥാനാർത്ഥി പറയുന്നത്. വിമതത്വത്തിന് പുറമേ ഉള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ, അത് വേറെ കാര്യം. നിങ്ങളിങ്ങനെ ആളുകളെ വിരട്ടിയിട്ടാണോ പലയിടത്തും ജയിക്കാൻ പോകുന്നത്, ഞങ്ങൾക്കെതിരില്ല എന്ന് ഘോഷിക്കാൻ പോകുന്നത്? നിഷാദ്, അതിനു മുമ്പ് ഒരു സെന്റൻസിൽ ഒരു മറുപടി പറയാം. ഈ കോൺഗ്രസിന് വേണ്ടി ചർച്ച പങ്കെടുക്കുന്ന സുഹൃത്ത് ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ CPM പാർട്ടി പ്രതിനിധികളെ വിടുന്നില്ല. ഇവരെത്രയോ ചർച്ചകളിൽ പ്രതിനിധികളെ വിടാതിരുന്നിട്ടുണ്ട്. ഞാൻ എത്രയോ ചർച്ചകളിൽ അവരോടൊപ്പം ചർച്ച ചെയ്തിട്ടുണ്ട്. നിത്യേനോളം ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ കേരളം ആദരിക്കുന്നൊരു വ്യക്തിത്വമാണ്. അതുപോലെ നമ്മുടെ ജോർജ് ജോസഫ് പൊടിവാർ സാറ്. അപ്പോൾ ഇവരെ പോലുള്ള മഹാന്മാർക്ക് മാത്രമേ ചാനലിൽ വന്നിരിക്കാൻ പറ്റത്തുള്ളൂ. അവരെ പോലുള്ള പരിണിതപ്രജ്ഞനായിട്ടുള്ള മുതിർന്ന കേരളം ആദരിക്കുന്നവർക്കൊന്നും ഈ വേദികളിൽ ഇരിക്കാൻ പറ്റുന്നതാണോ ഈ സുഹൃത്തിൻ്റെ ചോദ്യം ഇരിക്കുന്നത്? എത്രയൊക്കെ ലജ്ജാകരമായ കാര്യങ്ങളാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. ഈ ഇദ്ദേഹത്തിന് ആ സതീശനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുമോ? ഈ രാഹുൽ മാങ്കൂട്ടം മഹാനാണ്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞ് ഞങ്ങൾ താരപ്രചാരകരായിട്ട് അനുവദിച്ചില്ല. അദ്ദേഹം കേൾക്കണ്ട. നാളെ ഇദ്ദേഹത്തിനെതിരെ അദ്ദേഹം വരും. കാരണം വെച്ചാൽ ഇവരുടെ ഏറ്റവും വലിയ ഹീറോ പരിവേഷത്തിലാണ് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് നടിയെ വരെ ഇറക്കിക്കൊണ്ട് റീൽസൊക്കെ ഇറക്കി കേരളത്തിൽ പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രത്യാഘാതങ്ങൾ ഈ ഇലക്ഷനിൽ ജനങ്ങൾ വിധി എഴുതിക്കൊള്ളു. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതുന്നത് ഇത്തരം നാസ്റ്റി ആയിട്ടുള്ള വൃത്തികെട്ട രീതിയിലുള്ള സ്ത്രീകളെ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുക കാരണം അതേ വാക്ക് ഉപയോഗിച്ച് ഇവരുടെ ഒരു നേതാവിന്റെ ഭാര്യ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം ഇത്തരക്കാരെയൊക്കെ കേരളത്തിൽ ചുമക്കുന്നതൊന്നുമല്ല കേരളത്തിലെ ജനങ്ങളെ വിധി എഴുതുന്നത്. കേരളത്തിലെ ജനങ്ങളെ വിധി എഴുതുന്നത് ഇവർക്കെതിരെയാണ് ടോട്ടലി. കാരണം എന്നറിയോ, ഇവരെ എങ്ങനെയാണ് ഒരു പഞ്ചായത്തിൽ പോലും വിജയിപ്പിക്കുന്നത്? ഇപ്പത്തെ പറഞ്ഞ ന്യായീകരണങ്ങളില്ലേ, ഇവരെ ആരെങ്കിലും വിജയിപ്പിക്കും? ഇവരെന്തെങ്കിലും പറയുന്നുണ്ടോ? ഇതുപോലെയുള്ള ആളുകളല്ലേ ചുമന്നുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ആളുകൾ എതിരില്ലാതെ തെരഞ്ഞെടുത്തുന്നത്. ഇത് കേരളത്തിൽ നല്ല തെരഞ്ഞെടുത്തേ, ഇവർക്ക് വേണ്ട കേസ് കൊടുക്കാൻ പോലെ. ഇവർക്ക് ജനാധിപത്യപരമായിട്ടുള്ള ഏതെല്ലാം രീതിയിൽ നടപടികൾ സ്വീകരിക്കാം. അവിടെ ഇലക്ഷൻ നിർത്താൻ ആളില്ലാതെ നിർത്തിയ ആളുകളുടെ എന്താ പറയാ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക തെറ്റായതിന്റെ പേരിൽ തള്ളിക്കളയുന്നത് ഞങ്ങളുടെ കുഴപ്പമാണോ? ഇപ്പൊ എറണാകുളത്ത് ഒരു ഡിവിഷനിൽ ഒരു സ്ഥാനാർത്ഥി ഡിവിഷന് പുറത്തുനിന്നുള്ളവരെ ഒപ്പിട്ടുകൊണ്ട് കൊടുത്തു. അകത്തുള്ളവർക്ക് ഒപ്പിടാനായിട്ട് ആരെയും കിട്ടിയില്ല. അത് തള്ളി, ഡമ്മി പോലുമില്ല. ഇങ്ങനെയുള്ള ഗതികേട് നിൽക്കുന്ന ഈ പാർട്ടിയെ കുറിച്ച് ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങളെ കുറിച്ച് നിങ്ങൾ എന്തും പറയൂ, ഞങ്ങളത് കേട്ടോളാം. ജനങ്ങളുടെ കോടതിയിലാണ് ഞങ്ങൾ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്നത്. അല്ലാതെ കണ്ട സ്ത്രീകളെ പീഡിപ്പിച്ച് ദേശീയ മാധ്യമങ്ങളിൽ പോലും ചർച്ചകളും റിപ്പോർട്ടും വന്ന ഒരു നരാധമന് വേണ്ടിയിട്ട് ഞങ്ങൾ എങ്ങും പോയി കോക്കുക വിളിക്കുന്നില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഇവരുടെ ശൈലി അതാണ്. ഇവർക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല. ഇന്ന് പുറത്തു വന്ന് നിഷാദ് പറഞ്ഞല്ലോ, പുറത്തു വന്ന് ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ടൊരു പെൺകുട്ടി പറയുന്നു, ഐ ആം ടയേർഡ്, എനിക്ക് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. കൂട്ടി ഒരു തെറിയാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരുത്തിനെ ചോന്നുകൊണ്ടെടുക്കുന്ന ഈ പാർട്ടി ഇരുന്ന് ന്യായീകരിക്കുകയാണ്. CPM എങ്ങാണ്ടൊക്കെ അത് ചെയ്തു, ഇത് ചെയ്തു, തെറി വിളിച്ചതോ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ. CPM ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 10 ഇരട്ടി ഭീഷണി നിങ്ങൾ നേരിട്ടിയല്ലേ? അതിനുള്ള ആണത്തോ ചങ്കൂറ്റില്ലാത്തതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പമാ. ഇപ്പൊ കണ്ണൂര് ഓൾ ടുഗദർ 9 കണ്ണൂരും സഹിതം 9 പേർക്ക് എതിരില്ല. എന്തുകൊണ്ടാ? ജനങ്ങൾക്ക് അവർക്കെതിരെ നിൽക്കാനുള്ള സ്ഥാനാർത്ഥിയെ കിട്ടുന്നില്ല. ജനങ്ങൾക്കല്ല, ഈ പാർട്ടിക്ക് കിട്ടുന്നില്ല. അത് ഞങ്ങളെന്ത് പഴിച്ചു? അത് ജനങ്ങളെ അടുത്തറിയുടെ ഏറ്റവും വലിയ വ്യാപനമല്ലേ? അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സംസാരിക്കുന്നത് എന്താ? അൾട്ടിമേറ്റ് ആയിട്ട് സംസാരിക്കുന്നത് വികസനമാണ്. 1,54,000 പേര് നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ടുണ്ട്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് പിൻവലിക്കുന്നത്. എന്തായാലും 1,45,000 ആളുകൾ ഈ പറയുന്ന ത്രിതല പഞ്ചായത്തിൽ കേരളത്തിൽ കോമ്പറ്റ് ചെയ്യുന്നുണ്ട്. ആരൊക്കെ ജയിച്ചു വരുന്നുള്ളവരും അത് തീരുമാനിക്കേണ്ടത് ആരാ? അത് കേരളത്തിലെ ജനങ്ങളാ, അല്ലാണ്ട് ഗുണ്ടായിസാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിളിച്ച് പിന്മാറിയില്ലെങ്കിൽ കൊന്നുകളയേണ്ടി വരും എന്ന് പറഞ്ഞ കേട്ടില്ല എല്ലാവരും. അപ്പൊ നിങ്ങൾ പറയണേ ഞങ്ങളുടെ പാർട്ടി ഉത്കൃഷ്ട പാർട്ടിയാണെന്ന്. അതെല്ലാരും കേട്ടു. അത് സൗഹൃദത്തിൽ പറഞ്ഞ അവര് വർഷങ്ങളുടെ ബന്ധമുണ്ട്. 40 വർഷക്കാലത്തെ രാഷ്ട്രീയ പരിചയമുള്ള ആളാണ് അവിടെ വിമതനായിട്ട് നിൽക്കുന്നത്. ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അതിനെക്കുറിച്ച് പിന്നീട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അതും സ്വാഭാവികം. നമ്മളെ ഞാൻ തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞ് തമാശയ്ക്ക് ആരെല്ലാം എന്തെല്ലാം പറയും. ഗൗരവമായിട്ട് പറയുന്നതാണോ? ഗൗരവമായിട്ട് ആണ് പറഞ്ഞതെങ്കിൽ നിങ്ങളുടെ ഭാഗത്തിന് വേണ്ടിയിട്ട് അല്ല ഇത് കേൾക്കൂ. അല്ല അതൊക്കെ സാധാരണ നമ്മളൊക്കെ പറയില്ല, പൂച്ചിക്കളി തട്ടിക്കളെന്നൊക്കെ. അതൊക്കെ ഈ കൊളോക്കലായിട്ടുള്ള ചില പദങ്ങളാ. അതിനെതിരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ലല്ലോ. പിന്നീട് ഈ കോൺഗ്രസ് പോലും കാര്യമായി ഇതിൽ പ്രതികരിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടാ? കോൺഗ്രസ് അറിയാം സൗഹാർദ്ദപരമായിട്ട് പറയുന്നിരുന്ന ഒരു കാര്യം. മലപ്പുറത്തെ എന്റെ
എൻ്റെ ഈ നാമനിർദ്ദേശ പത്രികയിൽ ഞാനാണ് ഒപ്പുവെച്ചത്. ഒരു സംശയം വന്നപ്പോൾ ഞാൻ തന്നെ നേരിട്ട് പോയി പറഞ്ഞു ഞാൻ ഒപ്പുവെച്ചതാണെന്ന്, വ്യാജമാണെന്ന് പറഞ്ഞ് എന്നെ ഓടിച്ചു എന്നാണ്. അതിന് CPM-മാരോട് ബഹളം വെച്ച് സമ്മർദ്ദം ഉണ്ടാക്കിയെന്നാണ്. അങ്ങനെയൊക്കെ കേൾപ്പിക്കാമോ ഒരു തെരഞ്ഞെടുപ്പിൽ CPM? അതെന്തൊരു തമാശ ചോദ്യമാണ് നിഷാദ്. അതായത് ചോദ്യത്തിന്റെ തമാശയല്ല ഞാൻ ഉൾക്കൊള്ളുന്നത്. അതായത് അതാണ് പറയുന്നത്, ഇവരുടെ പാർട്ടിക്ക് ഇവരുടെ കാൻഡിഡേറ്റിന് ഒപ്പിടാൻ പോലും അറിയത്തില്ല. പിന്നെ അയൽ ഡിവിഷനിൽ നിന്ന് അന്യ ജില്ലകളിലെ ഡിവിഷനിൽ നിന്ന് വന്ന് ഒപ്പിട്ട് കൊടുക്കുന്നു, അത് തള്ളിക്കളയുന്നു. അതല്ല ഞങ്ങളാണ് ഇവരെ നിയമിച്ചിരിക്കുന്നത്. ഇപ്പൊ ഒപ്പിടാൻ അറിയാൻ പറ്റാത്ത അത് ആ വാർത്ത ഞാനും കണ്ട. ആ ഒപ്പിടാൻ അറിയാൻ പറ്റാത്ത CPM-നെതിരെ കുറ്റപ്പെടുത്തുന്നത്, അത് തള്ളിക്കളയുന്ന ആരാ? വരണാധികാരിയാണ് തള്ളിക്കളയുന്നത്. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന കൺസേൺ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ തള്ളിക്കളയുന്നത്. അതിനെന്തിനാണ് ഇവർ CPM-നെ വിളിച്ചായിരുന്നു ഒപ്പിടാൻ പഠിക്കുന്നവരെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കണ്ടേ? അങ്ങനെയാണ് ഞാനൊരു കാര്യം വളരെ എളിമയോടെ ചോദിക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ കാസർഗോഡ് DC നിന്നുണ്ടായി. DCC-യിൽ ഞങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു KPCC-യുടെ വൈസ് പ്രസിഡന്റും ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന പിന്നെ M. ലിജു, വളരെ മാന്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു DCC വൈസ് പ്രസിഡന്റ് ഒരു പ്രവർത്തകനെ ആ DCC വെച്ചിട്ടുണ്ട് കുത്തുവാണ്, പള്ളക്കിട്ട് താങ്ങുവാണ്, ഒരു സിനിമയെ പോലും കാണാത്ത രീതിയിൽ മൃഗീയമായിട്ട് മർദ്ദിക്കുകയാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ആരെങ്കിലും വോട്ട് ചെയ്യുമോ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കേരളത്തിൽ ഇവർക്ക് എത്ര വിമതരുള്ള ഒറ്റ വാർഡിൽ തന്നെ 9 സ്ഥാനാർത്ഥികളുണ്ട് UDF-ന് കേരളത്തില്. നിങ്ങൾ ആലോചിച്ച് ഇത്രയധികം വിമതന്മാർ, ഇതിന് മാത്രം വിമതന്മാർ വന്ന് ബഹളം വെച്ച് തമ്മിലടിയും ബഹളം വെച്ച് ഒരു സ്ഥാനാർത്ഥി ഒരു പ്രാദേശിക ബോഡിയിലേക്ക് സ്ഥാനാർത്ഥിയാകാൻ മാത്രം എന്ത് നേട്ടം അതിനകത്തുണ്ടാകും? ഇത്ര തള്ളി നിൽക്കുകയാണ് ഇവർ ജനങ്ങളെ സേവിക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ എത്രയോ പെട്ടെന്ന് ഇവർ കേരളത്തിന്റെ ഭരണത്തിന് തിരിച്ചു വരേണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ പാർട്ടിയെ കുറച്ച് സഹതാപമുണ്ട്. ഒരു അപ്പുറത്തൊരു സ്ഥലത്ത് ആത്മഹത്യ ചെയ്യുന്നു. ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ട് രക്ഷപ്പെട്ടു ഇപ്പൊ സ്ഥാനാർത്ഥി ആയിരിക്കുന്നു BJP-യിൽ. ഞങ്ങളുടെ പാർട്ടിയെ നോക്കൂ, ആകെപ്പാടെ 3 വിമതരാ കേരളത്തിൽ വന്ന്. ആ 3 വിമതരിൽ ഒരാൾ വിളിച്ച് 2 പേര് പിൻവലിച്ചു. ഞാനതാ പറഞ്ഞത്, ഈ 54,000 സ്ഥാനാർത്ഥികൾ കേരളത്തിലുണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. കേരളത്തിൽ ആരെ ജനങ്ങൾ തെരഞ്ഞെടുക്കും? ആർക്ക് വേണ്ടി വോട്ട് ചെയ്യും? ഏത് മുന്നണിക്ക് വോട്ട് ചെയ്യും? ഏത് സാഹചര്യത്തിൽ ഏത് വികസനത്തിന് വോട്ട് ചെയ്യും? ഇതുപോലെ പെണ്ണുമുടിയന്മാരെയും നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം ദ്രോഹിച്ച് ആ ഗർഭം കലക്കി അതിനെ മരണത്തിലേക്ക് തള്ളിവിട്ട് എന്ന് ആ പെൺകുട്ടി തന്നെ പരസ്യമായ ഓടിയിലൂടെ പുറത്തു വന്ന അവർ തന്നെ നേതൃത്വം നൽകുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങൾ എന്താ ഇത്രയ്ക്ക് മണ്ടന്മാരാണോ? ഇവിടെ ബഹുമാനപ്പെട്ട സജീവൻ സാർ